ഹലോ ഗൈസ്, ഇന്ന് ഹെൽത്തി സൂപ്പാണ് ഉണ്ടാക്കാൻ പോണേ മുരിങ്ങയെല്ലാം കൊണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. അതിനായിട്ട് ഞാൻ മൺപാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചീര ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിത് ആറിയ ശേഷം മിക്സറിലൊന്ന് അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുവിധം അരച്ചെടുത്താൽ മതി. നല്ല കിളുന്ന ഇല നോക്കിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് സൂപ്പ്. മൂട്ടയില ഒഴിവാക്കിയിട്ട് നമുക്കിതുപോലെ കിളുന്ന ഇല എടുത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കോരി മാറ്റിയിട്ട് ആറിയ ശേഷം മിക്സറിലേക്ക് അടിച്ചെടുക്കാം. ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. അതേ മൺപാത്രത്തിൽ തന്നെ നമ്മൾ താളിച്ചെടുക്കാവുന്നതാണ് സൂപ്പിനുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൂപ്പിന് നെയ്യോ ബട്ടറൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകും ഒരു ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഞാൻ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക്. ഇത് ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ സൂപ്പിന്. കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി, നല്ലതാണ് സൂപ്പിന്. അധികം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരച്ചിട്ടല്ല അത് ചേർക്കണേ മുരിങ്ങേൻ്റെ ഇല, അപ്പോൾ അത് കടിക്കാൻ കിട്ടും, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സബോള ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ല പഴുത്ത തക്കാളി വേണം ഇതിലിട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മുരിങ്ങേൻ്റെ ഇല നമ്മൾ വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും. നമുക്ക് കുറച്ച് മേടിച്ചിട്ട് ഇതുപോലെ സൂപ്പ് വെച്ച് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ. അവർ കുടിക്കും, നല്ല ഹെൽത്തുമാണ്. ഈ സൂപ്പ് പോലെ ഇത് കുടിക്കുകയും ചെയ്യാം, പിന്നെ ഭക്ഷണത്തിൽ ഒഴിച്ച് കഴിക്കാം കേട്ടോ. ചോറിൻ്റെ ഒപ്പം കായപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരുന്ന ഈ ചീര ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 5-6 പേർക്ക് വരുന്ന പോലെ സൂപ്പാണ് ഉണ്ടാക്കണത്. അപ്പം അതിനുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 10 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് കൂടുതൽ സൂപ്പ് വയ്ക്കുകയാണെങ്കിൽ അടുത്തുള്ള വീട്ടിൽ ഒഴിച്ച് കൊടുക്കാമല്ലോ. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. മുരിങ്ങേൻ്റെ ഇല അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കുറച്ച് ഇല മേടിച്ചിട്ട് നമ്മൾ ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഇതുപോലെ സൂപ്പ് വെച്ച് കുടിക്കുക. ഹെൽത്തിന് നല്ലതാണ്. ഈ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അധികം തിളയ്ക്കാൻ വിടാൻ പാടില്ല. ഒരു തിള വന്നത് നമ്മൾ ഇറക്കി വെച്ച് ചൂടോടെ കുടിക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ പൊടിപ്പിച്ച് വെച്ചിരുന്ന പെപ്പർ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹെൽത്തി മുരിങ്ങേൻ്റെ ഇല സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി സൂപ്പാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെച്ച് കുടിക്കാൻ നോക്കാം. ഇനി ഒരു തിള വന്നതും മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ കുടിക്കാം. നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി വേറൊരു വീഡിയോ കാണാം.